തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളെ നാം ഓർക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അവസാനിക്കുമ്പോൾ പൗലോസ് ദൈവസഭയുടെ പ്രത്യാശയെ പരാമർശിച്ചുകൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്നും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നോ. അടുത്ത പദം ശ്രദ്ധിക്കണം, ജീവനോടിരിക്കുന്ന നാം അവരോടുകൂടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ലേഖനത്തിനകത്ത് ഒരു ചിന്താഗതിയുണ്ടായി. ഉടൻ തന്നെ എന്ത് സംഭവിക്കും? യേശു ക്രിസ്തു മടങ്ങി വരും. ജീവനോടിരിക്കുന്ന നാം പറന്നു പോകുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിക്കും? ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഉടൻ സംഭവിക്കും എന്ന് ഒരിതുണ്ടായി. മാത്രമല്ല മറ്റു ചില അന്യലേഖനങ്ങളും അവിടേക്ക് കടന്നു ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ അവിടെ രൂഢമൂലമായി. അങ്ങനെ അനേകർ മടിയന്മാരും നിർവിചാരികളുമായി ഒരു പണിക്കും പോകാതെ കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞ് ഇരിക്കുവാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. യൂയോമയം എന്നാണ് പറയുന്നത്. അതിനെ പിന്നീട് അഞ്ചരക്കാരെന്നൊക്കെ പറയുവാൻ തുടങ്ങി. ഞാനതിലേക്ക് കടക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ തെസ്സലോനിക്ക സഭ ഒരു സ്റ്റാഗ്നന്റ് ലെവലിലേക്ക് പോകുമ്പോൾ അവരുടെ അടുക്കൽ ഉപദേശത്തിൻ്റെ ആഴം പറഞ്ഞുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് 2-ാമത്തെ ലേഖനം. അതുകൊണ്ടാണ് ഈ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്താണെന്നറിയാമോ? 1-ാം വാക്യം തുടങ്ങി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. യേശുവിൻ്റെ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആമേൻ. എന്നിട്ട് അവിടെ പറയുകയാണ്, ലേഖനങ്ങളാൽ നിങ്ങളെ ആരും ഞെട്ടിക്കരുത് എന്ന് പറയുകയാണ്. ഞാൻ ഇന്നൊരു പകൽക്കാലം ഒരു കാര്യം കൂടെ ദൈവസഭയോട് അതിനോട് ചേർത്ത് പറയട്ടെ. എവിടെയെങ്കിലും യുദ്ധമുണ്ടാകുമ്പോൾ ചിലർ എഴുന്നേൽക്കും. ഉക്രൈൻ യുദ്ധം ലോകത്തിൻ്റെ 2-ാം ലോക മഹായുദ്ധമായി മാറ്റപ്പെടും. ഇതോടുകൂടെ ലോകം അവസാനിക്കും. ഇപ്പോൾ കർത്താവ് മടങ്ങി വരും, സഭ ഉണരുക, ഇത് അന്ത്യകാലത്തിൻ്റെ ദൂതാണ് എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, യുദ്ധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ഭരിക്കുമ്പോഴേ യുദ്ധമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ ഭരിക്കുമ്പോഴേ യുദ്ധമുണ്ടായിരുന്നു. ഒട്ടോമൻ തുർക്കികൾ ഭരിക്കുമ്പോഴേ യുദ്ധമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലത്ത് യുദ്ധമുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ശൗലിൻ്റെയും ദാവീദിൻ്റെയും കാലത്ത് എന്തുണ്ടായിരുന്നു? യുദ്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധം വരുന്നെന്ന് കണ്ട് ആരും കർത്താവ് വരുന്നെന്ന് പറയല്ലേ കേട്ടോ. കർത്താവായ യേശു വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, പക്ഷേ ഇത് അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാകുന്നു. അപ്പോൾ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയോ ഞെട്ടിപ്പോകുകയും ചെയ്യരുത് എന്ന് പറയുന്നു. ഞാൻ അതിനോട് ചേർത്തൊന്ന് പറയട്ടെ. ദൈവസഭ യുദ്ധം കണ്ടിട്ടല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത്. പകരം ദൈവസഭ ആത്മനാഥൻ്റെ വരവിനെ ഹൃത്തടത്തിൽ അറിഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത്. എന്നിട്ട് അടുത്തതായി 3-ാം വാക്യത്തിൽ പറയുകയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല, വഞ്ചനയുടെ പല ഭാഗങ്ങൾ ഒരുപക്ഷെ ആത്മീയ ലോകത്തും എന്ത് സംഭവിക്കാം? വഞ്ചനയും ചതിയും ഉണ്ടായിരിക്കാം. ആത്മീയ ലോകത്തും വഞ്ചനയും ചതിയും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ആരും ഏത് വിധേനയോ നിങ്ങളെ ചതിക്കരുത് എന്ന് പറയുകയാണ്. അതുപോലെ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വരിക. ആകയാൽ ആത്മീയ ലോകത്തിലെ വഞ്ചനകളെ സൂക്ഷിക്കണമെന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് അടുത്തതായിട്ട് വളരെ വ്യക്തമായി പറയുകയാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ
വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്നതായ എതിരാളി എത്ര എന്ന് പറയുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എതിർ ക്രിസ്തു എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽ നിന്ന് വരുന്നവനാണെന്ന്. ആമേൻ. ഞാൻ ഇന്ന് പകൽക്കാലം ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. എതിർ ക്രിസ്തു മറ്റൊരു മതത്തിൽ നിന്ന് വരുന്നവനല്ല. എതിർ ക്രിസ്തു മുസ്ലിം അല്ല, എതിർ ക്രിസ്തു ഹൈന്ദവനല്ല, എതിർ ക്രിസ്തു ജൈനനല്ല, എതിർ ക്രിസ്തു സിഖ് മതക്കാരനല്ല. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവൻ എന്തുണ്ടാകത്തില്ലെന്നറിയാമോ? അവൻ ഒരു മതം ഉണ്ടാകത്തില്ല. അവൻ നോൺ റിലീജിയസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തും. ആമേൻ. ദൈവമെന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഇസ്ലാമികരും യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ പൂജാവിഷയം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? പാഗൻ മതങ്ങളാണ്, പ്രാചീന പ്രാകൃത മതങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പൂജ ചെയ്ത് ദേവതകളെ വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുന്നത്. അപ്പൊ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് പൂജാവിഷയമെന്ന് പറയുന്ന സകലത്തിനും മീതെ ക്ഷേത്രങ്ങൾക്കെതിരായിരിക്കും, ആമേൻ, മോസ്കുകൾക്കെതിരായിരിക്കും, പള്ളിക്കെതിരായിരിക്കും, വിശ്വാസത്തിന് തന്നെ എന്തായിരിക്കുക? എതിരായിരിക്കും എതിർ ക്രിസ്തു. ആമേൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ദൈവമക്കളുടെ അടുക്കൽ പറയുകയാണ്, ഏതെങ്കിലും മത നേതൃത്വത്തിലുള്ളവന് അവനായിരിക്കും എതിർ ക്രിസ്തു എന്നൊന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മത നേതൃത്വത്തിലുള്ളവരെ നമ്മൾ അപഹസിക്കരുത്. എന്തിനേറെ പറയുന്നു, ക്രൈസ്തവതയിലെ ഒരു വിഭാഗത്തിൻ്റെ തലവനെ പോലും ആമേൻ നമ്മൾ പറയും ആ പുള്ളിയാ, ആമേൻ, ആ പുള്ളിയാണ് എതിർ ക്രിസ്തുവെന്ന്. അങ്ങനെ പറയരുത്. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യേകത ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള സകലത്തിനും മീതെ അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. എന്നാൽ ഈ സംഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പല്ല, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് അനന്തരം ഉണ്ടാകുന്ന ആമേൻ എതിർ ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ഭരണകാലത്തിൽ സംഭവിക്കുന്ന 7 വർഷത്തെ ഭരണകാലത്തിൽ സംഭവിക്കുന്നതാണ്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. ഈ ദൈവാലയം എന്ന് പറയുന്നത് ദൈവസഭയല്ല, യെരൂശലേം ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രവേശനമാണ് പറയുന്നത്. ഞാൻ എസ്കറ്റോളജിയിലേക്ക് അധികം കടക്കുന്നില്ല, അതിൽ തൊട്ട അവിടെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. അതല്ല എൻ്റെ വിഷയം. ഇതിനകത്തൊരാത്മീയ വെളിപ്പാടിലേക്ക് ഞാൻ വരികയാണ്. സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഞാൻ പറയാം, വിശ്വാസത്യാഗമായിരിക്കുക. മനുഷ്യപുത്രൻ വരുന്ന നാളിൽ എന്ത് കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കുന്നു, വിശ്വാസം ഇന്ന് കണ്ടെത്താൻ കഴിയുമോ? വിശ്വാസം കണ്ടെത്താൻ കഴിയത്തില്ലേ? കഴിയും. നിങ്ങളുടെ അകത്ത് വിശ്വാസമില്ലേ? എന്തിനാ അപ്പുറത്തെ വീട്ടിൽ പോകുന്നത്? നിങ്ങളുടെ അകത്ത് വിശ്വാസമില്ലേ? അപ്പൊ വിശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലത്തിനപ്പുറം വേറെ ഒരു കാലം വരും. എന്താണെന്നറിയാമോ? വിശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഒരു കാലം. ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഉടനെയൊന്നും വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ദേ വരുന്നെന്ന് പറഞ്ഞ് ആമേൻ ദൈവസഭയുടെ ഉയർച്ചകളെയും വളർച്ചകളെയും വിശാലതകളെയും നിങ്ങളുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷകളെയും നിയോഗങ്ങളെയും വെറുതെയാക്കി കളയരുത്. കർത്താവ് തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തോ. ആ നാൾ വരെയും നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ വ്യാപൃതരായിരിക്കാം. നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അധർമ്മമൂർത്തി വെളിപ്പെടും. അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടും. പക്ഷേ ഇപ്പോൾ ചോദിക്കാം, എന്താണ് ഈ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടാതിരിക്കുന്നത്? അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. അധർമ്മമൂർത്തി അവന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ വെളിപ്പെടത്തുള്ളൂ. ദൈവം അനുവദിക്കാതെ അവൻ കയറി വരത്തില്ല. ആമേൻ. നിശ്ചയിക്കപ്പെട്ട സമയത്തെ വരത്തുള്ളൂ. പക്ഷേ അവൻ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കത്തൊന്നുമില്ല. അവൻ പകരം എന്ത് ചെയ്യുകയാണ്? അവൻ കയറി വരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സമയം വരെ അവൻ കയറാതെ, ദൈവത്തിൻ്റെ ലിമിറ്റിനെ എൻക്രോച്ച് ചെയ്യാതെ, ദൈവത്തിൻ്റെ സമയത്തെ മറികടക്കാതെ അവനെ തടുത്തു നിർത്തുന്ന, ദൈവത്തിൻ്റെ സമയത്തെ പരിപാലിക്കുന്ന ഒരുത്തനുണ്ടെന്ന് പറയുകയാണ്. ഞാനതിനകത്തൊരു കാര്യം പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ കൈറോസിനെ, നിന്റെ മേൽ
കിടക്കുന്ന ദൈവത്തിൻ്റെ സമയത്തെ പരിപാലിക്കുന്ന ഒരുത്തനുണ്ട്. ആ സമയത്തെ കെടുത്താൻ ഏത് അധർമ്മമൂർത്തി എവിടെ നിന്ന് കയറി വന്നാലോ അത് സംഭവിക്കത്തില്ല. ആമേൻ. നിന്റെ ജീവിതത്തിൽ ആമേൻ അവന് തോന്നുന്ന സമയത്ത് വെളിപ്പെടാൻ ദൈവം അവനെ അനുവദിക്കത്തില്ല. അവന് തോന്നുന്ന സമയത്ത് നിന്റെ വീട്ടിൽ കയറി കഥകളി നടത്താൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ലെന്നേ. അവൻ വെളിപ്പെടാതിരിക്കേണ്ടതിന് അവനെ തടുക്കുന്ന ഒരുത്തനുണ്ട്. അവനെ തടുക്കുന്നത് ഒരുത്തനുണ്ട്. ആമേൻ. അവിടെ പറയുകയാണ്, ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നോ? അവനെ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നോ? എന്നിട്ട് അവനെ തടുക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അറിയുന്നുവെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. മൂർത്തിക്ക് നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ട് മൂർത്തി ഇപ്പോൾ അവൻ മാർമികമായി പ്രവർത്തിക്കുകയാണ്. അവൻ മൂർത്തിക്ക് വെളിപ്പെടാൻ കഴിയാത്തപ്പോൾ അവൻ മാർമികമായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ മാർമികമായി പ്രവർത്തിക്കുന്നു. പക്ഷേ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങി പോക മാത്രം വേണോ. അവിടെ വീണ്ടും പറയുകയാണ് തടുക്കുന്നതെന്ന് 6-ാം വാക്യത്തിൽ പറയുമ്പോൾ 7-ാം വാക്യത്തിൽ പറയുകയാണ് എന്താണ്? അവൻ തടുക്കുന്നവൻ എന്ന് പറയുകയാണ്. ആമേൻ. ആമേൻ. അവൻ ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണ്. വീണ്ടും അതിൻ്റെ അപ്പോൾ അടുത്ത ഒരു ചോദ്യം വരികയാണ്. തടുക്കുന്നവൻ മാറിപ്പോയാൽ, ഞാൻ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരണോ, ഒരു പരീക്ഷ വരണോ, ഒരു അഗ്നിശോധന വരണോ, ഒരു സിംഹക്കുഴി വരണോ, ഒരു കൂരിരുൾ താഴ്വര വരണം, അത് ആവശ്യമാണ്. പക്ഷെ അത് ദൈവം നിശ്ചയിച്ച സമയത്തെ അത് സംഭവിക്കത്തുള്ളൂ. അത് സംഭവിക്കാതെ തോന്നുംപടി കയറി വരാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ല. തടുക്കുന്നവൻ ഒരുത്തനുണ്ട്. പക്ഷെ ഒരു ദിവസം തടുക്കുന്നവൻ മാറിയിട്ട് പറയാ, അടിക്കാമെങ്കിൽ അടിച്ചോളാൻ പറയാ, അവൻ തൊഴിക്കാമെങ്കിൽ തൊഴിച്ചോളാൻ പറയാ. ദൈവജനത്തിന്റെ മുൻപാകെ പരീക്ഷയുടെ വാതിലുകൾ ദൈവം തുറന്നിടോ, അഗ്നിശോധനകൾ ദൈവം തുറന്നിടോ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, അദ്രിയക്കടലിൽ അലഞ്ഞു തിരിയുന്ന കപ്പലിനകത്തു നിന്ന് പൗലോസ് നീന്തി തുടിച്ച് മെലിത്ത എന്ന ദ്വീപിലേക്ക് കയറുമ്പോൾ പിശാചി എന്ന കർത്താവിന്റെ അടുക്ക പറഞ്ഞു, ഞാൻ പൗലോസിനെ മാൾട്ടയിലിട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. തമ്പുരാൻ പിശാചിന്റെ അടുക്ക പറഞ്ഞു, നിനക്ക് പിടിക്കാമെങ്കിൽ പൗലോസിനെ പോയി പിടിക്കടാ എന്ന്. മെലിത്തയുടെ ദ്വീപിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന പൗലോസിന്റെ കയ്യെ കയറി കൊത്തി തമ്പുരാൻ പിശാചിനെ നോക്കി പറഞ്ഞു, അന്നേരം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ, ചെന്ന് കയറുന്നത് നീ ആരുടെ കയ്യിലാണെന്ന് കയറി നോക്കണമെന്ന്. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ കയ്യിൽ ചില പിശാചുക്കൾ കയറി കടിച്ചു തൂങ്ങാൻ ദൈവം അനുവദിക്കുക. പക്ഷേ തീയുടെ ജ്വാല കത്തി നിൽക്കുന്ന വേളയിൽ മാത്രമേ അതിനെ കത്തിച്ചു കളയാനുള്ള അഭിഷേകം നിന്നിൽ വ്യാപരിക്കുന്ന നേരത്തു മാത്രമേ തീയില്ലാത്തടത്ത് ദൈവം അണലിയെ അനുവദിക്കത്തില്ല. നിന്റെ കയ്യെ കൊത്താൻ ദൈവം ഒരു അണലിയെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊടഞ്ഞു കളയാൻ അതിനപ്പുറത്തൊരു തീയെയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ പരീക്ഷയ്ക്കകത്ത് അവനൊരു പോക്ക് വഴി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രതിസന്ധിക്ക് ഒരു എൻട്രി ഗേറ്റ് മാത്രമല്ല, ഒരു എക്സിറ്റ് ഗേറ്റ് അതിനകത്തുണ്ട്. നിനക്ക് ദൈവം ഒരു പ്രശ്നത്തെ തരുമ്പോൾ അതിനകത്തൊരു സൊല്യൂഷൻ ദൈവം വെച്ചിട്ടുണ്ട്. പാമ്പ് വന്നുവെന്നുള്ളത് സത്യമാ, അണലി കയറി കയ്യെ പിടിച്ചെന്നുള്ളത് സത്യമാ. പക്ഷെ അണലിക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് മുന്നമേ ദൈവം ഇപ്പുറത്ത് അഗ്നിയുടെ നാളങ്ങളെ തൂണ്ടി എഴുന്നേൽപ്പിച്ച് വിട്ടിരുന്നു. ഇന്ന് പകൽ നീ അറിയണോ, അവനെ കത്തിക്കാനുള്ള അഗ്നി ഇട്ടിട്ട് അവൻ കയറി വരാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. ഓ ഞാൻ 8-ാം വാക്യത്തിലേക്ക് വരണം. വാക്യം വായിച്ചിട്ടായിരുന്നു ഞാനിത് പറയേണ്ടത്. 8-ാം വാക്യം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരിക. ഞാനൊരു കാര്യം പറയാ, അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരിക. നിന്റെ കുടുംബത്തിന് നേരെ അവൻ വെളിപ്പെട്ട് വരിക. നിന്റെ തലമുറയ്ക്ക് നേരെ അവൻ വെളിപ്പെട്ട് വരിക. പല കാലങ്ങളായി അണ്ടർഗ്രൗണ്ടിൽ പണിതുകൊണ്ടിരുന്ന അവൻ നിന്റെ നേരെ നേർക്ക് നേർ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. റിയാലിറ്റിയെ മറച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പിശാച് നീയുടെ നേർക്കുനേർ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. കഷ്ടതയുടെ കഠിന ശോധന വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദുർദിവസമുണ്ട്. അഗ്നി ശോധനയുടെ ഒരു ദിവസമുണ്ട്. പക്ഷെ അന്നാളിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ?
അന്നാളിൽ ദൈവം തൻ്റെ വായ തുറക്കോ. ആദിമ നാളിൽ നിന്റെ വല്യപ്പൻ ആദത്തിന്റെ മൺപ്രതിമയ്ക്ക് ജീവൻ പകരാൻ തക്കവണ്ണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, നിന്നെ ഉണ്ടാക്കാൻ തക്കവണ്ണോ അവൻ വായ് തുറന്ന് ശ്വാസമുതിയില്ലേ? നിന്നെ ജനിപ്പിക്കാൻ അവൻ ശ്വാസമുതിയില്ലേ? നിന്നെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ അവൻ ശ്വാസമുതിയില്ലേ? അതേ ശ്വാസം നിന്റെ ശത്രുവിനെ ഒടുക്കിക്കളയോ. എന്നെ വിളിച്ച വിളിക്കകത്ത് എന്റെ വിടുതൽ കിടപ്പുണ്ട്. എന്റെ മേൽ വീണ അഭിഷേകത്തിനകത്ത് എന്റെ വിടുതൽ കിടപ്പുണ്ട്. എന്നെ ജീവിപ്പിച്ച അതേ ശ്വാസം എന്റെ ശത്രുവിനെ ഒടുക്കിക്കളയും. എന്നോട് ചേർന്ന് പറഞ്ഞേ, എന്നെ ജീവിപ്പിച്ച അതേ ശ്വാസം എന്റെ ശത്രുവിനെ ഒടുക്കിക്കളയോ. ഇന്ന് പകൽ നിന്നെ വിശ്വാസത്തിൽ ജനിപ്പിച്ച അതേ അഭിഷേക നിന്റെ ശത്രുവിനെ let the fire. ജാല നിന്റെ വിളിയാണ് നിന്റെ വിടുതൽ. നിന്റെ അഭിഷേകമാണ് നിന്റെ വിടുതൽ. നിന്റെ ആ വാക്ക് പറയാൻ പരിശുദ്ധാത്മ പറയുന്നു. നിന്റെ വിളിയാണ് നിന്റെ വിടുതൽ. നിന്റെ വിളിയാണ് നിന്റെ വിടുതൽ. നീ ജീവിച്ചത് എന്തുകൊണ്ടാ? നീ ജനിച്ചത് എന്തുകൊണ്ടാ? അവന്റെ വായിലെ ശ്വാസത്താൽ. അങ്ങനെയെങ്കിൽ ഇന്ന് എനിക്ക് നേരെ വെളിപ്പെട്ടു വന്ന അധർമ്മമൂർത്തി ഒടുങ്ങിപ്പോകോ. എങ്ങനെ? എന്റെ മൂക്കിലൂതി അതേ ശ്വാസത്താൽ. അവൻ പിന്നെയും ഊതോ, അവൻ പിന്നെയും ഊതോ, അവൻ പിന്നെയും ഊതോ, അവൻ എനിക്ക് വേണ്ടി ഊതോ. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, മലയാളത്തിൽ അത് അങ്ങനെ എഴുതിയതിന് ഒത്തിരി നന്ദി. അവൻ വായിലെ ശ്വാസത്താൽ. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ദ സ്പിരിറ്റ് ഓഫ് ദ മൗത്ത്. അവൻ്റെ വായിക്കകത്ത് കിടന്ന ആത്മാവാണ് എന്തായി തീർന്നത്? അവൻ്റെ വായിലെ ശ്വാസമാണ് എന്തായി തീർന്നത്? എൻ്റെ മേൽ വീണ ആത്മാവ്. ഇന്ന് പകൽക്കാല നിന്റെ മേളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിന്റെ മേൽ ഊതിയതാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. Thank you, Jesus. ശ്വാസം കൊണ്ട് നശിപ്പിച്ചു കളയും. പക്ഷെ എൻ്റെ വിഷയം അതല്ല. 6-7 വാക്യങ്ങളിൽ 2 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. തടുക്കുന്നവൻ, തടുക്കുന്നവൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവം തടസ്സങ്ങളെ മാറ്റും. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് തടസ്സങ്ങളെ മാറ്റുന്ന ദൈവത്തെയല്ല, തടയുന്ന ദൈവത്തെയാണ്. ആമേൻ. ദൈവം ചിലത് തടയും, ദൈവം ചിലത് തടയും, ദൈവം ചിലത് തടയും. വായി തുറന്ന് പറഞ്ഞ്, ദൈവം ചിലത് തടയും. എങ്ങനെ തടയും? എങ്ങനെ തടയും? ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആരാണ് തടുക്കുന്നവൻ? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത്. അത് പെന്തക്കോസ്ത് ദിനത്തിൽ തൃത്വത്തിൽ 3-ാമൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ മേഘപ്രത്യക്ഷത സംഭവിക്കുമ്പോൾ ദൈവസഭയോടുകൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ ഈ ഭൂമിയിൽ നിന്ന് മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് മാറിപ്പോകും.
7 വർഷം പരിശുദ്ധാത്മാവ് പിന്നെ ഭൂമിയിൽ കാണത്തില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവൻ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോകാം. നിന്റെ മുകളിൽ ആത്മാവ് കിടക്കുന്നിടത്തോളം കാലം, നിന്റെ അകത്ത് അഭിഷേകം കിടക്കുന്നിടത്തോളം കാലം, വെളിപ്പെടാൻ ആരൊക്കെ തലകുത്തി നിന്നാലും വെളിപ്പെടത്തില്ലെന്നേ. യെസ്, നമ്മളെപ്പോഴും പറയും ദൈവം വാതിൽ തുറക്കുമെന്ന്. പക്ഷെ ഫിലദൽഫിയ സഭയുടെ അടുക്കൽ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ആരും അടയ്ക്കാതെ വെണ്ണം തുറക്കാൻ മാത്രമല്ല എനിക്കറിയാവുന്നത്, ആരും തുറക്കാതെ വെണ്ണം അടയ്ക്കാനും എനിക്കറിയാം. ഇന്ന് പകൽക്കാല എൻ്റെ ദൈവം അടയ്ക്കുന്നവനാണെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് തടയുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ദൈവം പകരുന്ന അഭിഷേകം ചിലതിനെ തടയുന്ന അഭിഷേകമാണ്. ചിലതിനെ തടയുന്ന അഭിഷേകമാണ്. ഇന്ന് പകൽ എത്ര പേർ ഉറപ്പായിരിക്കുന്നു, ഞങ്ങൾ ചിലതിനെ തടയും, ഞങ്ങൾ ചിലതിനെ തടയും. ദൈവസഭ ഇന്ന് പകൽക്കാലം എംപവർ ചെയ്യപ്പെടുകയാണ്. ദൈവസഭ ഇന്ന് പകൽക്കാലം എക്യുപ്പ് ചെയ്യപ്പെടുകയാണ്. ചിലതിനെ തടയുവാൻ, ചിലതിനെ തടയുവാൻ, ചിലതിനെ തടയുവാൻ, ചിലതിനെ തടയുവാൻ, നിനക്കെതിരെ കയറി വരുന്ന ചിലതിനെ തടയും. ഇന്ന് പകൽ നീ തടയും, 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 തടയും. യെസ്, തടയും, തടയും, തടയും. ജീസസ്. നമ്മളെപ്പോഴും പറയും കർമ്മേലിന്റെ യാഗപീഠത്തിൽ ദൈവം പ്രാർത്ഥിച്ചു, ഏലിയാവ് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങിയെന്ന്. നമ്മൾ പറയും ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴമേഘം വെളിപ്പെട്ടു, മഴ പെയ്തുവെന്ന്. പക്ഷേ ഏലിയാവ് മഴ പെയ്യിക്കുന്നതിന് മുന്നമേ എന്താ ചെയ്തതെന്നറിയാമോ? മഴയെ തടുക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ കർമ്മേലിൽ ഏലിയാവ് തീ ഇറക്കുന്നതിന് മുന്നമേ ഏലിയാവ് എന്താണ് ചെയ്തതെന്നറിയാമോ? അവനൊരു തീയെ തടയുകയായിരുന്നു. അവനൊരു തീയെ തടയുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, അഹാബിൻ്റെയും ഇസബേലിൻ്റെയും മേശയിങ്കൽ 850 പ്രവാചകന്മാരുണ്ടായിരുന്നു. 450 ബാലിൻ്റെ പ്രവാചകന്മാർ, 400 അശേരയുടെ പ്രവാചകന്മാർ. ഇങ്ങനെ 850 പ്രവാചകന്മാരെയാണ് ഏലിയാവ് കർമ്മേലിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ ഇസബേൽ തീറ്റിപ്പോറ്റുന്ന അശേരയുടെ 400 പ്രവാചകന്മാരെ ഇസബേൽ എന്ത് ചെയ്തില്ലെന്നറിയാമോ? വിട്ടുകൊടുത്തില്ല. ആകയാൽ അവൾ പറഞ്ഞോ, ബാലിൻ്റെ പ്രവാചകന്മാർ പോകട്ടെ. ബാലിന്റെ പ്രവാചകന്മാർ വെല്ലുവിളി ഏറ്റെടുത്തോ. എന്താ കാര്യം? നിസ്സാരമല്ലേ? കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒരു യാഗപീഠം പണിയും. ആ യാഗപീഠത്തിന്മേൽ തീ കത്തിക്കാതെ ഒരു തീ യാന്ത്രികമായി, മാന്ത്രികമായി ഒരു തീ കത്തിക്കണം. വലിയ വിഷയമാണോ? അല്ല. മന്ത്രവാദിയെ സംബന്ധിച്ച് വിഷയമല്ല. ഒരുത്തനല്ല, ഇരുവരല്ല, 10 പേരുടെ സംഘമല്ല, 450 പേരുടെ സംഘം. ഇവരവരുടെ സ്ഥിരമായി ഇവർ പൂജ നടത്തുന്ന പൂജാമുറിയിൽ, ആഭിചാര കളത്തിൽ അവർ ഇരുന്ന് പല പ്രാവശ്യം അവർ റിഹേഴ്സൽ നടത്തി. എല്ലാ പ്രാവശ്യവും അവർ റിഹേഴ്സൽ നടത്തുമ്പോൾ ബാല് അവർക്ക് വേണ്ടി ഉത്തരമരുളി. ബാല് അവരുടെ യാഗപീഠത്തിങ്കൽ തീ കത്തിച്ചോ. പറയപ്പെട്ട ദിവസം വന്നു. ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിലെത്തി ഒറ്റയ്ക്ക്. 450 പ്രവാചകന്മാർ, ബാലിന്റെ പ്രവാചകന്മാർ വന്നു നിന്നോ. ബാലിന്റെ പ്രവാചകന്മാരും ഏലിയാവും വന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. 2 പേർക്കും തീ കത്തിക്കാൻ കഴിയാം. പക്ഷെ ആദ്യം ആര് തീ കത്തിക്കുക? ഏലിയാവ് പറഞ്ഞോ, ഫസ്റ്റ് ബാറ്റിംഗ് നീ എടുത്തോ, ടോസ് നീ എടുത്തോ, നീ കളി തുടങ്ങിക്കോ എന്ന് പറഞ്ഞോ. 450 പ്രവാചകന്മാരും കൂടെ ചേർന്ന് നിന്ന് യാഗപീഠത്തിന് കല്ലുകൾ പെറുക്കിക്കൂട്ടി വിറകടിക്ക് അറുത്ത കാളയെ അതിന്മേൽ കിടത്തിയിട്ട് അവര് അന്ന് വരെ ജപിച്ചു വന്നതുപോലെ ജപിക്കാൻ തുടങ്ങി. ബാലേ ഉത്തരമല്ലണമേ, തീ ഇറങ്ങണമേ. കയ്യിലിരുന്ന മന്ത്രവാദ വിദ്യകളൊക്കെ അവരിങ്ങനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. പക്ഷേ അപ്പുറത്ത് മാറി നിന്ന ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിലേക്ക് കയറി വരുന്നതിന് മുമ്പേ അവൻ ആരാധിക്കുന്ന ബാലിനെ പട്ടിക്കൂട്ടിലിട്ട് തൊടലിന് കെട്ടി അതിന്റെ താഴിട്ട് പൂട്ടിയിട്ടായിരുന്നു ഏലിയാവ് കടന്നു വന്നത്. അർത്ഥനം പ്രവാചകം ബാലകട്ടി അർത്ഥപ്രഭാചാലകട്ടി കരാതരാതി അർത്ഥപ്രമനോജം പ്രവാർത്തീനാജനാദിയ ലൈസ്മരി കലാജന കലാദനാദി. 450 പ്രവാചകന്മാർ ഉറക്ക നിന്ന് നിലവിളിക്കുക.
വിളിക്കുകയാണ്, ബാലേ മടങ്ങി വരണോ, ബാലേ നീ ഉത്തരമല്ലണോ. പക്ഷേ ഇന്നലകളിൽ അവൻ്റെ യാഗക്കളത്തിൽ, അവൻ്റെ അശ്വക്കളത്തിൽ ഇറങ്ങിയതായ ഒരു ബാലിൻ്റെ തീയും ഒരു പുകയും അവിടെ വരുന്നില്ല. അവർ പെട്ടെന്ന് പറഞ്ഞു, കാളയുടെ രക്തം കണ്ടിട്ട് ബാലിന് തൃപ്തി വന്നില്ല, ഒരു കാര്യം ചെയ്യാ, മനുഷ്യരക്തം അവന് കൊടുക്ക. കാരണം അന്യാരാധന ശക്തികളിൽ മൃഗരക്തത്തെക്കാട്ടിൽ ശക്തി ഏതിനാണെന്നറിയാമോ? മനുഷ്യരക്തത്തിനാണ്. ആകയാൽ കാളയുടെ രക്തത്തിൽ മതിവരാത്ത ബാലിന് സ്വന്തം ശരീരങ്ങളിൽ മുറിവേൽപ്പിച്ച് 480 പേരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റുന്ന കർമ്മേലിന്റെ കൊടുമുടി. പക്ഷേ 480 പേരുടെ മനുഷ്യന്റെ പച്ചരക്തം അവിടെ ഒഴുകുമ്പോഴോ, ആമേൻ, കർമ്മേലിന്റെ കൊടുമുടിയുടെ ആ പർവ്വതത്തിന്റെ അടിവാരത്തിന്റെ അരികത്തേക്ക് ബാലിന് കടന്നു വരാൻ കഴിയുന്നില്ല. ബാലിന്റെ അടുക്കൽ ചെന്ന് അന്യാരാധന ശക്തികൾ ചോദിച്ചോ, എന്താ ബാലേ ആ 450 പേരവിടെ ഉറഞ്ഞുതുള്ളി ശരീരത്തിൽ ശൂലം കുത്തി രക്തമൊഴുക്കിയിട്ടോ നിനക്കവിടോട്ട് കടന്നു ചെല്ലാൻ കഴിയാത്തത്? ബാൽ അവിടെ നിന്ന് പറയുകയാണ്, ദേ അവിടെ ഒരുത്തൻ നിൽക്കുന്നത് കണ്ടോ, ഒരു കുറിയ മനുഷ്യൻ, അവൻ അവിടെ നിന്ന് തടയുകയാണ്. ഇന്നു പകൽ അന്ധകാര ശക്തികളെ, അന്യാരാധന ബലങ്ങളെ തടയുവാൻ ഇന്ന് പകൽ ഞാനിത് പ്രസംഗിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ചിലരുടെ മേൽ അന്യാരാധന ശക്തികളുടെ വരുത്തുപോക്കുകളെ തടയുവാൻ, അന്ധകാര ശക്തികളുടെ വഴി അടയ്ക്കുവാൻ ഒരഭിഷേകം നിന്റെ മേളിൽ വീഴുന്നു. അഭിഷക്തനെ, നിന്റെ മേളിൽ ദൈവത്തിന്റെ തീ. ദുരന്ധകാരങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അധികാരം, ടെറിട്ടോറിയൽ സ്പിരിറ്റുകളുടെ വഴി അടയ്ക്കുന്ന ഒരു അധികാരം. പ്രവാചകൻ അനുവദിക്കാതെ പർവ്വതത്തിൽ ഒരുത്തനും വരത്തില്ലെന്ന്. പ്രവാചകൻ അനുവദിക്കാതെ പർവ്വതത്തിൽ ഒരുത്തനും വരത്തില്ല. ഇന്ന് പകൽ നിനക്കെതിരെ അയച്ചുവിടുന്ന ബാധകളാകട്ടെ, ഭൂതങ്ങളാകട്ടെ, പ്രേതങ്ങളാകട്ടെ, ഏത് പൈശാചിക പോരുകളുമാകട്ടെ, block the way. നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ചിലതിനെ തടയുന്നതാണ്. Yes, somebody is getting anointed. Yes, ഇതാ ചിലരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ അഗ്നിഗോളം വന്ന് വീഴുന്നു. പുത്രന്റെ നാമത്തിൽ ഞാൻ ഈ ദേശത്തെ പൈശാചിക മണ്ഡലങ്ങളുടെ വഴിയടച്ച് ആരാധിക്കുന്നു. ശത്രുവിന്റെ വഴിയടച്ച് ആരാധിച്ചേ, ശത്രുവിന്റെ വഴിയടച്ച് ആരാധിച്ചേ, ശത്രുവിന്റെ വഴിയടച്ച്, ശത്രുവിന്റെ വഴിയടച്ച് കരമടിച്ച് അന്യഭാഷകളിൽ സംസാരിച്ച് എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷെ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് അവന്റെ പദ്ധതി നടക്കത്തില്ല. കേവലം വഴി അടയ്ക്കുകയല്ല, ഒരു വഴി അവിടെ അങ്ങനെ ഇടിച്ചു കളയുന്നു. Break the bridge, break the bridge, break the connections. La 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 la. Yes, നിന്റെ ദേശത്തിലെ ചില അതർ സ്പിരിറ്റുകളുടെ കണക്ഷനുകൾ ഈ പട്ടണത്തിലെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ചില ആഭിചാരകന്മാരുടെ കണക്ഷൻ പോയിന്റുകൾ, ആക്സസ് പോയിന്റുകൾ പൊളിഞ്ഞുവോ, 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 പൊളിഞ്ഞു പോകണം യേശുവിൻ നാമത്തിൽ. Yes, it will not be connected more, it will
will not be connected more. അതിന് കണക്ട് ആവുകയില്ല, അതിന് കണക്ട് ആവുകയില്ല. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ വെറും മന്ദബുദ്ധികളെ പോലെ ഇരിക്കരുത്. ഇത് നിന്റെ മേൽ ദൈവത്തിന്റെ തീ വീഴുന്ന സമയമാണ്. ഇന്ന് പകൽ ഞാൻ നിന്നോട് പ്രവചിക്കുന്നു, നീ ഒരു തടസ്സമായി മാറും. നീ ഒരു തടസ്സമായി മാറും. ബാലിന് കർമ്മേലിൽ വരാൻ കഴിയുന്നില്ല. കാരണം കർമ്മേലിലേക്കുള്ള റൂട്ട് ഏലിയാവ് ബ്ലോക്ക് ചെയ്തു. അവൻ ആദ്യം റോഡ് വഴി നോക്കി, റോഡ് ബ്ലോക്ക് ചെയ്തു. അവൻ സീവേ നോക്കി, അതും ബ്ലോക്ക് ചെയ്തു. അവൻ എയർവേ നോക്കി, അതും ബ്ലോക്ക് ചെയ്തു. ജീസസ്, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വീഴുന്ന ദൈവത്തിന്റെ അധികാരത്തിന്റെ അഭിഷേകം to block the path of the other spirits. Jesus. ഏലിയാവിന്റെ കോൺഫിഡൻസ് കണ്ടോ? ഏലിയാവിന്റെ കോൺഫിഡൻസ് കണ്ടോ? ഏലിയ പറയാം, ഞാൻ അടച്ച വഴികട അവൻ ഇനി വരത്തില്ല. എന്നിട്ട് പറയാം, ഒന്നും കൂടെ ഉറക്കം വിളിച്ചേ, ഒന്നും കൂടെ ഉറക്കം വിളിച്ചേ. നമ്മളാണെ പറഞ്ഞത്, ദൈവമേ അവൻ ഇനി റീഡയൽ ചെയ്യാൻ തോന്നല്ലേ, ഇനി അവന് റീഡയൽ ചെയ്യാൻ തോന്നല്ലേ, ഇനി അവന് റീഡയൽ ചെയ്യാൻ തോന്നല്ലേ. നമ്മളാണെ അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ ഏലിയാവ് പറഞ്ഞു, നീ വേറെ ഒരു ഫോണിൽ നിന്ന് കൂടെ വിളിച്ചു നോക്ക്, നീ ഉറക്കം വിളിക്കും, നിന്നെ ഇങ്ങോട്ട് പറ്റാവുന്ന പരിപാടി മൊത്തം നോക്ക്. ഞാൻ അടച്ച വരത്തില്ല. ജീസസ്, നീ തടയണം. കർമ്മേലിൽ അവൻ കത്തിക്കത്തില്ല. കർമ്മേലിൽ ഒരു തീയെ കത്തത്തുള്ളൂ, അത് ദൈവത്തിന്റെ തീ. കർമ്മേലിൽ ഒരു തീയെ കത്തത്തുള്ളൂ, അത് ദൈവത്തിന്റെ തീ. കർമ്മേലിൽ ഏലിയാവ് കയറി ബ്ലോക്ക് ചെയ്തപ്പോൾ 1 രാജാ 18:26 പറയുന്നത്, രാവിലെ തുടങ്ങി ഉച്ചവരെ വിളിച്ചപേക്ഷിച്ചു, ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. ഞാൻ എൻ്റെ കൊച്ചു ഭാവനയിൽ ഇങ്ങനെ പറയുക, ഏലിയാവ് ചുമ്മാതെ ചങ്ങലക്കിടുകയായിരുന്നില്ല. പകരം ബാലിൻ്റെ, ഞാൻ നല്ല ഭാഷ പറയാം, ബാലിൻ്റെ അണ്ണാക്കിനകത്ത് തുണി തിരികെ കയറ്റി അവൻ്റെ വായയുടെ മണ്ടയ്ക്കൂടെ തോർത്ത് വെച്ച് മുറുക്കി കെട്ടി, കൈയും കാലും കെട്ടി അവനെ കുഴിക്കത്തിട്ടിട്ട് ഏലിയാവ് പറഞ്ഞു, വിളിയടാ വിളി, അവൻ വരുമോ എന്ന് നോക്കട്ടെ. ഇതാണൊരു പ്രവാചകന്റെ അധികാരം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഏലിയാവ് അവിടെ എന്തോ ചെയ്തു? ഏലിയാവ് പ്രാർത്ഥിച്ചു, ഏലിയാവ് ആത്മാവിൽ നിറഞ്ഞു, ഏലിയാവ് ആരാധിച്ചു? ഒന്നും ചെയ്തില്ല. പകരം ഏലിയാവ് എന്ത് ചെയ്യുന്നതേ ഉള്ളൂ? ഏലിയാവ് ചുമ്മാതെ അവിടെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. ഇന്ന് പകൽ ഞാൻ പറയാം, ചില ഇടങ്ങളിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കും, ആരാധിക്കാൻ കഴിയത്തില്ല, കൈയടിക്കാൻ കഴിയത്തില്ല. പക്ഷേ നിന്റെ സാന്നിധ്യത്തിനകത്ത് ദൈവത്തിന്റെ അധികാരം വ്യാപരിക്കും. യെസ്, you shall carry the authority of God. അധികാരമുള്ളവൻ ഒത്തിരി പറയണ്ടെന്നേ, അവൻ വന്ന് നിന്നാ മതി, അവനൊന്ന് വന്ന് നിന്നാ മതി, അറ്റ്മോസ്ഫിയർ മാറുമെന്ന്. അധികാരമുള്ളവൻ കൈയടിക്കണ്ട, അധികാരമുള്ളവൻ ബഹളം വെക്കണ്ട, അധികാരമുള്ളവൻ ചാടണ്ട, അധികാരമുള്ളവൻ വന്ന് നിന്നാൽ മതി, അവന്റെ അറ്റ്മോസ്ഫിയർ മാറും. Yes, carry the authority, carry the authority. Jesus, Jesus. അവൻ അന്യാത്മാക്കളെ തടഞ്ഞു. ഏലിയാവ്
കാർമേലിൻ്റെ കൊട്ടുമുട്ടിക്കൽ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. വിത്ത് ഹിസ് പ്രസൻസ്. അവൻ കയറി നിന്നതേ ഉള്ളൂ. ഇന്ന് പകൽ നീ ചിലയിടങ്ങളിൽ കയറി നിന്നാ മതി. മനുഷ്യൻ അറിയാതെ രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് നീ നീറി നീറി പ്രാർത്ഥിച്ചിട്ട് നീ വെളിയിലോട്ടിറങ്ങി ചുമ്മാ അതൊന്ന് വന്ന് നിന്ന് നോക്ക്. പ്രമനഘടകശ്യം പ്രമാചാനിയ ഹത്തനാദിയ റംസുനിയ പ്രമാശതനിയ ഹതാനിയ ലഖോർപേനിയ ഹസ്മാനിയ. പ്രാർത്ഥിക്കുന്നവൻ പുൽപിറ്റിൽ നിന്നാൽ മതിയെന്നേ. പ്രാർത്ഥിക്കുന്നവൻ പുൽപിറ്റിൽ നിന്നാൽ മതിയെന്നേ. അഭിഷക്തൻ പുൽപിറ്റിൽ നിന്നാൽ മതിയെന്നേ. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുന്നത് പോലെ അഭിഷേകമുള്ളവൻ നിന്നാൽ ജനം വരും. അഭിഷേകമുള്ളവൻ നിന്നാൽ ഭൂതങ്ങൾ മാറും. അഭിഷേകമുള്ളവൻ നിന്നാൽ അന്തരീക്ഷം മാറും. എന്നാൽ ഏലിയാവ് മാത്രമല്ല തടഞ്ഞത്. യെശയ്യാപ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാപ്രവചനം 37-ാം അധ്യായം. യെശയ്യാപ്രവചനത്തിൽ കൂടുതലും എഴുതിയിരിക്കുന്നതെല്ലാം യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതാണ്. പക്ഷേ അതിന് വിരുദ്ധമായി എഴുതിയിരിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പ്രവാചക പുസ്തകത്തിൽ ഹിസ്കിയാവിൻ്റെ കാര്യം മൊത്തം എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് അതിനകത്ത് പല അധ്യായങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യെശയ്യാപ്രവചനം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാപ്രവചനം 37-ാം അധ്യായം 37-ാം അധ്യായത്തിൽ അശൂർ രാജാവ് വന്ന് 36-ാം അധ്യായത്തിൽ എടുക്കണ്ട 36-ാം അധ്യായത്തിൽ അശൂർ രാജാവ് വന്ന് വെല്ലുവിളിക്കുകയാണ്. അശൂർ രാജാവ് വന്ന് വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം 37-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. എന്നിട്ട് ആമേൻ അതിൻ്റെ 4-ാം വാക്യത്തിൽ പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. 4-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ശാക്കെ അവൻ്റെ യജമാനനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യുക. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി ആമേൻ പക്ഷവാദം കഴിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഹിസ്കിയാവിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി. റബ്ശാക്കെ എന്ന സെൻഖരീബ് എന്ന അശൂർ രാജാവായ സെൻഖരീബിൻ്റെ ദൂതനായിരിക്കുന്ന റബ്ശാക്കെ വന്ന് ഇസ്രായേലിനെ പരിഹസിക്കുകയാണ്. ആ പരിഹാസവാക്കുകളൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചു കേട്ടാൽ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോകുക. അതിനകത്ത് പറയുകയാണ്, നിങ്ങളുടെ മതിലിന്മേലിരിക്കുന്ന സ്വന്തം അലം തിന്നുന്ന നിന്റെ കൂട്ടുകാർ കേൾക്കെ, സഹോദരങ്ങൾ കേൾക്കെ. എത്ര പച്ചയ്ക്ക് അസഭ്യ വർത്തമാനമാണ് പട്ടണത്തിൽ നിന്ന് പറയുന്നത്. കേട്ടിട്ട് ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് പറഞ്ഞോ, ആമേൻ, നിങ്ങൾ നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന ഭാഷ പറയാതെ, ആമേൻ, നിനക്ക് എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഭാഷയിലങ്ങ് വിളിക്കുന്നു. അപ്പം പറഞ്ഞ, അല്ലടാ, നിന്റെ നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ, ഞാൻ നിന്നെ ആക്ഷേപിച്ചിട്ടേ പോകത്തുള്ളത്. ഈ ആക്ഷേപം മുഴുവനും കേട്ട ഉടനെ ആക്ഷേപം മുഴുവനും കേട്ട ഉടനെ ഹിസ്കിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? 37-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഹിസ്കിയാവ് രട്ടുടുത്ത് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ആമേൻ, കഴിഞ്ഞു, അവിടെ അപമാനം കഴിഞ്ഞു. വീണ്ടും 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 14-ാം വാക്യത്തിൽ അപമാനത്തിൻ്റെ വെല്ലുവിളിക്കപ്പുറം ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചോ എന്ന് പറഞ്ഞാൽ വീണ്ടും സെൻഹരീബ് അടുത്ത ദൂതന്മാരെ വിട്ടിട്ടൊരു വാറണ്ട് കൊടുത്തോ, ഇത്ര ദിവസത്തിനകം നീ അടിയറവ് പറഞ്ഞില്ലെങ്കിൽ ആമേൻ നിന്നെ ഞാൻ തൂക്കിക്കൊല്ലുമെന്ന് ആദ്യം വെർബലി അബ്യൂസ് ചെയ്തോ. വെർബൽ അബ്യൂസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ ആമേൻ അടുത്ത രേഖാമൂലം വീണ്ടും വരട്ടുകയാണ്. ഈ വരട്ടിൻ്റെ രേഖ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങിച്ചിട്ട് ഹിസ്കിയാവ് പിന്നെയും എന്ത് ചെയ്തെന്നറിയാമോ? ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് അതങ്ങോട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടർത്തോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടർത്തിട്ട് 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ. ആമേൻ, ഞാൻ ഇന്ന് പകൽ ആ വാക്യത്തിനകത്തുനിന്ന് എടുത്ത് പറയുകയാണ്, പറഞ്ഞിട്ട് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചിട്ട് പറയണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം 10 പേരെ വിളിച്ച് പറയണോ? അല്ലല്ല, ആദ്യം എന്ത് ചെയ്യണോ? പ്രാർത്ഥിക്കണോ. പ്രാർത്ഥനയ്ക്കകത്ത് നീ പറഞ്ഞു തുടങ്ങണോ. നിന്റെ കൂട്ടുകാരുടെ അടുക്കലല്ല, നിന്റെ പാസ്റ്ററുടെ അടുക്കലല്ല, നിന്റെ വീട്ടുകാരുടെ അടുക്കലല്ല, നിന്റെ കലീഗ്സിന്റെ അടുക്കലല്ല. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഹിസ്കിയാവ് യഹോവയോട്
പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ സഹോദരങ്ങളെ, ഹിസ്കിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത റിസൾട്ട് എന്താണെന്നറിയാമോ? 37-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 37-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. അശ്ശൂർ രാജാവിന് രഥമില്ലാഞ്ഞിട്ടാണോ? അശ്ശൂർ രാജാവിന് സൈന്യമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ പറയുകയാണ്, അശ്ശൂർ രാജാവ് ഈ നഗരത്തിലേക്ക് വരികയില്ല. പറഞ്ഞേ, അശ്ശൂർ രാജാവിന് നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് പറയുകയാണ്, അവൻ പ്രവേശിക്കത്തില്ലെന്ന് മാത്രമല്ല, നഗരത്തിൻ്റെ വെളിയിൽ നിന്ന് വില്ലുകുലച്ചൊരു അമ്പ് അവൻ ഇവിടേക്ക് എയ്യുകയുമില്ല. ആമേൻ, ആമേൻ. അവൻ അവിടേക്ക് കയറത്തില്ല. അവൻ നഗരത്തിൻ്റെ വെളിയിൽ നിന്ന് ഒരു അമ്പ് എയ്യുകയില്ല. അടുത്തത്, അവൻ അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല. വാളെന്നല്ല പറയുന്നത്, പരിച എന്ന് പറഞ്ഞാൽ നിന്റെ വരുത്തുപോക്കിനെ തടയാൻ. ഇന്ന് ഹോർമുസിന്റെ കടലിടുക്ക് അടച്ചിട്ട് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ നിന്റെ നേരെ പരിചമുട്ടുകൾ വെച്ചിട്ട് നിന്റെ ആക്സസുകളെ അടയ്ക്കാൻ അവൻ വന്നാൽ അത് നടക്കത്തില്ല. അടുത്തതായിട്ട് പറയുകയാണ്, അതിനെതിരെ വാടകോരുകയുമില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ സൈന്യത്തെ കൊണ്ടുവന്ന് നിന്റെ ചുറ്റും പാളയം അടിപ്പിക്കുകയുമില്ല. 34-ാം വാക്യം, ഹോ എന്ത് മനോഹരമാണെന്നറിയാമോ? അവൻ വന്ന വഴി എനിക്കറിയാം. ആ വഴിക്ക് അതേ റൂട്ടിൽ അവനെ റിവേഴ്സ് അടിപ്പിച്ച് യു ടേൺ അടിപ്പിച്ചിട്ട് ഞാൻ വിടാം. ഈ നഗരത്തിലേക്ക് അവൻ വരികയില്ല. ഇന്ന് പകൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഹിസ്കിയാവിന്റെ പ്രാർത്ഥന. ഇന്ന് പകൽ പറഞ്ഞോട്ടെ, പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിന്റെ മുൻപാകെ അവൻ നഗരത്തിലേക്ക് വരത്തില്ല. അവൻ വന്ന വഴിക്ക് മടങ്ങി പോകാം. ഇന്ന് പകൽ നിനക്കെതിരെയുള്ള ആക്ഷേപം, നിനക്കെതിരെയുള്ള വാറണ്ട് നീ ദൈവസന്നിധിയിൽ തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ, നിനക്കെതിരെ യുദ്ധം ചെയ്യും, നിനക്കെതിരെ അമ്പ് വിൽക്കും, നിനക്കെതിരെ പാളയമടിക്കും, നിനക്കെതിരെ പരിചമുട്ടുകൾ തീർക്കാം. പക്ഷേ തമ്പുരാൻ പറയുന്ന അവൻ വരത്തില്ല. ഇന്ന് പകൽ നിനക്കെതിരെ വെല്ലുവിളിച്ചവൻ നിന്റെ പട്ടണത്തിൽ കയറത്തില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്നവനാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവൻ ശത്രുവിന്റെ വഴി അടയ്ക്കും. പ്രാർത്ഥിക്കുന്നവൻ ശത്രുവിന്റെ വഴി അടയ്ക്കും. പ്രാർത്ഥിക്കുന്നവൻ ശത്രുവിന്റെ വഴി അടയ്ക്കും. ഇന്ന് പകൽ ഒരു അഭിഷേകം നിന്നെ തൊടുന്നു, ഒരു പ്രാർത്ഥനയുടെ അധികാരം. ചിലതിനെ വഴി അടച്ച് പ്രാർത്ഥിക്കുവാൻ നീ കരയുകയല്ല, നീ നീറുകയല്ല. നിന്റെ പ്രാർത്ഥനയിൽ ശത്രുവിന്റെ വഴി അടയും. ഏലിയാവിന്റെ പ്രസൻസിനകത്ത്, ഹിസ്കിയാവിന്റെ പ്രയറിനകത്ത്, ഏലിയാവിന്റെ സാന്നിധ്യത്തിനകത്ത്, ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഊടന മാടന ജംബര പ്രംബജം ബാലക ടവന്താരി വേജം പ്രവാചകം ധൂന ജൂരധീരം വിത്ത പ്രവാചകം വേലകശി അജ്ജം പ്രവാചകം ജൂലജേവി പരാജനം വീതപഞ്ചം പ്രബോധിവാചം അത്തം പ്രപഞ്ചമഞ്ചാലവത്തെ വീതപക്ഷം പ്രബോധിവാഹസി ഇതിഗജകം പ്രവാചകം ദീഗധീകം ചോലകത്തി വർഷക്കലാതി വേലം പട്ടി അർപ്പഭ്രമണ ഘടക ചനക രുഗത ലിഗത രിഗതി രിഗജ ഉട്ടല മൗഢി ഖരമം ഭ്രമണ. അശ്ശൂർ രാജാവ് ഈ പട്ടണത്തിലേക്ക് വരികയില്ല. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ചിലത് യു ടേൺ എടുക്കുന്നു. നിന്റെ ഉപവാസത്തിന്റെ നടുവിൽ ചിലത് യു ടേൺ എടുക്കുന്നു. നിനക്കെതിരെയുള്ള ചില ക്യാമ്പുകൾ, നിനക്കെതിരെയുള്ള ചില ശത്രുവിന്റെ പരിചകൾ, നിനക്കെതിരെയുള്ള ശത്രുവിന്റെ ചില കയറി വരവുകൾ ഈ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയുടെ നടുവിൽ വഴിയടയ്ക്കുന്ന ഒരു പ്രാർത്ഥന, ശത്രുവിനെ യു ടേൺ എടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥന സംഭവിക്കട്ടെ. റിസീവ് ദ പ്രയർ അനോയിന്റിംഗ്. നീ കേവലം പ്രാർത്ഥിക്കുന്നവനല്ല, പകരം പ്രാർത്ഥിച്ച് നിന്റെ ശത്രുവിന്റെ വഴി അടയ്ക്കും. ലംബന വന്ന ലംബന ബൗഡേ റീഗ ചേരെ ആർത്തുല മൗഡി പ്രമനാധാന ലീഗ സേരെ ലൂഗംപാരി ലംബന ബൗഡി കരഗ ചേരി അർപ്പീന ശേനി കാലപ്രഭ ശബ്ദാനി. ഏലിയാവ് തന്റെ സാന്നിധ്യത്തിൽ ചിലതിന്റെ വഴിയടച്ചെങ്കിൽ
ഹിസ്കിയാവ് തന്റെ പ്രാർത്ഥനയിൽ ചിലതിന്റെ വഴി അടച്ചോ. ഇന്ന് പകൽക്കാലം നീ കേവലം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന മുറിയിൽ ഇരിക്കുന്നവനല്ല. നിന്റെ പ്രാർത്ഥന മുറി ചിലതിന്റെ വഴി അടയ്ക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ പിശാച് കയറി വരുന്ന ചില വഴികൾ പ്രാർത്ഥനയിൽ അടഞ്ഞു പോകട്ടെ. ലാ 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 റാ ലാ 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 റാ ലാ 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 റാ 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 ലാ റഖബറ ഉട മറ മന 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 മൗഡി ബി പ്രബർധോനി മരാജനാദരാ. ഏലിയാവ് നിന്നാൽ ചിലതിന്റെ വഴിയടയും. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചാൽ ചിലത് തടയപ്പെടുക മാത്രമല്ല, അവൻ തിരികെ പോകും. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാൻ പ്രാർത്ഥിക്കും, അവൻ തിരികെ പോകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ തടയാൻ കഴിയും. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഏലിയാവ് നിന്ന് ബാലിനെ അടച്ചു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ച് ഒരു രാജാവിനെ അടച്ചു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ച് ഒരു രാജാവിനെ അടച്ചു, ഒരു രാജ്യത്തെ അടച്ചു. ജീസസ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഹിസ്കിയാവ് തൻ്റെ ഉറവുകളെ അടച്ചു. ഇപ്പോൾ ഹിസ്കിയാവ് ശത്രുവിനെ അടയ്ക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളെ നീ സൂക്ഷിക്കും, ശത്രുവിനെ നീ തടയുകയും ചെയ്യും. ആമേൻ. പ്രൊട്ടക്റ്റ് ചെയ്ത് ചിലതിനെ അടയ്ക്കും, അറ്റാക്ക് ചെയ്ത് ചിലതിനെ അടയ്ക്കും. കരമുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ജീസസ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നീ ചിലതിനെ തടയും. സംഖ്യാപുസ്തകം 22-ാം അധ്യായം, സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. 22-ാം അധ്യായം 33-ാം വാക്യം. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ആരോട് പറയുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ദൂതൻ ബിലയാമിനോട് പറയുകയാണ്. ബിലയാമിനോട് പറയുകയാണ്, ബിലയാം, ഞാൻ ഇപ്പോൾ നിന്നെ കൊന്നുകളയേണ്ടതാണ്. പക്ഷെ അതിനെ തടഞ്ഞത് ആരാണെന്നറിയാമോ? ഈ കഴുതയാണ് നിന്റെ മരണത്തെ തടഞ്ഞത്. ഹേ ബിലയാമേ, നിന്റെ മരണത്തെ തടഞ്ഞത് ആരാണെന്നറിയാമോ? ഈ കഴുതയാണ്. ഇനി അതിൻ്റെ മുകളിലത്തെ വാക്യം എന്താണെന്നറിയാമോ? 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, കഴുത 32-ാം വാക്യത്തിൽ ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതുണ്ട്. ആമേൻ. 3 പ്രാവശ്യം കഴുതയ്ക്ക് അടി കിട്ടി. 3 പ്രാവശ്യം കഴുതയ്ക്ക് അടി കിട്ടി. എന്താ കാര്യം എന്നറിയാം? 3 പ്രാവശ്യം കഴുതയ്ക്ക് അടി കിട്ടിയതിൻ്റെ കാരണം 33-ാം വാക്യത്തിൽ പറയുകയാണ്, 3 പ്രാവശ്യം കഴുത എന്നെ കണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഓരോ പ്രാവശ്യവും കഴുത ദൂതനെ കാണുമ്പോൾ കഴുതയ്ക്ക് എന്തോ കിട്ടും? അടി കിട്ടും. ഓരോ പ്രാവശ്യവും കഴുത ദൂതനെ കാണും, കഴുതയ്ക്ക് അടി കിട്ടും. ഇന്ന് പകൽ ഈ കഴുതയുടെ കൂടെ എത്ര കഴുതകൾ ആമേൻ പറയും? യെസ്. കഴുത ദൂതനെ കണ്ടു, അടി പുറകെ വന്നു. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കൂടെ നിൽക്കുന്നവന് നമ്മുടെ വെളിപ്പാടില്ലെങ്കിൽ ഇവൻ നമ്മുടെ മുതുകിന് അടിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവന് നമ്മുടെ ദർശനമില്ലെങ്കിൽ ഇവൻ നമ്മുടെ മുതുകിനടിക്കും. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ദർശനമില്ലാത്തവരെ വിട്ട് നമ്മൾ ഒരിച്ചിരി മാറിയേക്കണം. അവരെ നമ്മൾ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം. അടുപ്പിക്കാൻ കൊള്ളാത്തവരെ എന്ത് ചെയ്യരുത്? അടുപ്പിക്കരുത്. ആമേൻ. ഞാൻ പോട്ടെ, വിഷയത്തിലേക്ക് വരാം. ഈ കഴുത എന്നെ കണ്ട് 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. കഴുതയ്ക്ക് അടികൊള്ളാൻ കാര്യം എന്താണെന്നറിയാമോ? കഴുതയ്ക്ക് അടികൊള്ളാൻ കാര്യം എന്താ? ദൂതനെ കണ്ടു. ബിലയാം അടിക്കാൻ കാര്യം എന്താ? ദൂതനെ കണ്ടില്ല. കഴുത എന്നെ കണ്ടു, മാറിപ്പോയി. കഴുത എന്നെ കണ്ടത് കാരണം കഴുതയ്ക്ക് അടി കിട്ടി. ഇന്ന് പകൽ നീ പറയണം, നിനക്ക് വെളിപ്പാടില്ലായിരുന്നെങ്കിൽ, നിനക്ക് ദർശനമില്ലായിരുന്നെങ്കിൽ,
നിനക്ക് പലതുമായിട്ട് സമരസപ്പെട്ടു പോകാമായിരുന്നു. യെസ്, നിനക്ക് വെളിപ്പാടും ദർശനവും ഇല്ലായിരുന്നെങ്കിൽ പലരും പോയ റൂട്ടിൽ നിനക്ക് തന്നെ പോകാമായിരുന്നു. കഴുതയുടെ അടുക്കൽ ചോദിക്കാം, കഴുതേ, ആമേൻ, നിന്റെ പാരമ്പര്യം വളരെ നല്ലതല്ലായിരുന്നോ? നിന്റെ അപ്പച്ചന്മാർ പണിത പള്ളിയിലല്ലായിരുന്നോ നീ കൂടിക്കൊണ്ടിരുന്നത്? നീ മാത്രം എന്തിനാ ആ പാരമ്പര്യം വിട്ടേ? കല്ലറയില്ലായിരുന്നോ? ആമേൻ, പെരുന്നാളില്ലായിരുന്നോ? റാസയില്ലായിരുന്നോ? വെടിക്കെട്ടില്ലായിരുന്നോ? ഇവൻ കഴുത, ഇവൻ മാത്രം എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ, പിതാക്കന്മാരുടെ പാരമ്പര്യം വിട്ടിട്ട് മാറിപ്പോയി. കഴുത പറഞ്ഞു, ഞാൻ മാറിപ്പോയത് വേറെ ഏതെങ്കിലും പുൽപ്പുറം കണ്ടിട്ടല്ല, പകരം ഒരു ദൂതനെ കണ്ടോ. മനുഷ്യ കണ്ണുകൾക്ക് കാണുന്നതിനപ്പുറം ഒരു വെളിപ്പാട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കഴുതയെ അടിച്ച ബിലയാം രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാവും? കഴുത ദൂതനെ കണ്ടതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ പറയും, ചിലരുടെ മരണങ്ങളെ നീ തടയും, ചിലരുടെ ന്യായവിധികളെ നീ തടയും. എങ്ങനെയാണെന്നറിയാമോ? നിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാടിന്റെ ആത്മമണ്ഡലം കൊണ്ട്, നിന്റെ മേളിൽ കിടക്കുന്ന വിഷൻ പ്രലം, നിന്റെ മേളിൽ കിടക്കുന്ന പ്രൊഫറ്റിക്കൽ അതോറിറ്റി, നീ പ്രവേശിച്ചിരിക്കുന്ന സ്പിരിറ്റ് പ്രലം. യെസ് യെസ് യെസ്. ഉടന 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 മകട 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 പ്രവാചി പ്രോർത്തേമേനി ഫലപ്ഷി മരക്കട്യ ലാം സിമിനിയ പ്രമോർത്താനി. എൻ്റെ പൊന്നു ബിലയാമേ, ആമേൻ, നീ കൊണ്ടുപോയ കഴുതയ്ക്ക് വെളിപ്പാടില്ലായിരുന്നെങ്കിൽ, ആമേൻ, പലരും ബിലയാമിൻ്റെ അടുക്ക പറഞ്ഞ് ഈ കഴുതയുടെ കൂടെ പോവരുതെന്ന്. പക്ഷേ ഈ കഴുതയുടെ കൂടെ പോയത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. കാരണം ഈ കഴുതയ്ക്ക് വെളിപ്പാടുണ്ടായിരുന്നേ. യെസ്, ഇന്ന് പകൽക്കാല ആമേൻ, നമ്മളൊരു കഴുതയായിരിക്കും ലോകത്തിൻ്റെ മുൻപാകെ. പക്ഷേ ലോകം നമ്മളെ പുച്ഛിച്ചേക്കാം. പക്ഷെ വെളിപ്പാട് നിന്റെ അകത്തുണ്ടോ? ദർശനം നിന്റെ അകത്തുണ്ടോ? ആത്മമണ്ഡലം നിനക്ക് തുറന്നു കിടപ്പുണ്ടോ? വിഷൻ പ്രലം നിന്റെ മേളിൽ കിടപ്പുണ്ടോ? സ്പിരിറ്റ് പ്രലം നിന്നിൽ ആക്റ്റീവ് ആണോ? യു ക്യാൻ ഹിൻഡർ സംതിങ്. ആത്മാവിൽ ചിലതിനെ തടയാൻ, ദർശനത്തിൽ ചിലതിനെ തടയാൻ. യെസ് യെസ്. ഒരു സെപ്പറേറ്റ് അനോയിന്റിംഗ് ചിലരുടെ മേൽ, ഒരു വ്യത്യസ്തമായ അഭിഷേകം ചിലരുടെ മേൽ പ്രകാശിക്കുന്നു. യെസ്, എ സ്പെഷ്യൽ അനോയിന്റിംഗ്, എ സ്പെഷ്യൽ അനോയിന്റിംഗ്. യെസ്, ദർശനങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഞാൻ ദൈവാധികാരത്തിൽ ബ്ലോക്ക് ഓടാം. നിനക്കെതിരെ നിൽക്കുന്ന ക്യാൻസർ സ്പിരിറ്റിനെ നീ പെറ്റ് സ്കാൻ ചെയ്തല്ല കണ്ടെത്തുന്നത്. യെസ്, ലെറ്റ് മീ റിപ്പീറ്റ്. നിനക്കെതിരെ നിൽക്കുന്ന ക്യാൻസർ സ്പിരിറ്റിനെ നീ പെറ്റ് സ്കാൻ ചെയ്തല്ല കണ്ടെത്തുന്നത്. പകരം നിന്റെ നിന്റെ അഭിഷേകത്തിൽ, നിന്റെ ആത്മാവിൽ, യെസ്, you shall see it and you shall hinder it. ഇന്ന് പകൽക്കാലം, യെസ്, ചില ത്രട്ടനിങ് ഡിസീസ് സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിക്കളാ. ഹിൻഡറിംഗ് സ്പിരിറ്റ് ഇതാ ചിലരുടെ മേൽ ദൈവത്തിന്റെ ശക്തി കത്തുന്നു. And the anointing is touching you. ജീവനെ 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 യേശുവിന്റെ ജീവൻ, പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി,
പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി. യെസ്, ബ്ലോക്കേഡ്സ്, യെസ്, നിന്റെ കുടുംബത്തിൽ കയറി വരാൻ നിൽക്കുന്ന രോഗത്തിന്റെ ശക്തികളെ ഞാൻ ആത്മാവിൽ വെട്ടിക്കളയുന്നു. ഞാനൊരു പേഴ്സണൽ ദൂത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. അൽബാഹസി റോസ് മർഖേനി മഹസിയ പ്രമാചാനിയ റഖോൽ മഹതോനിയ മസ്മരതാനി. കുഞ്ഞെ, നീ എടുത്ത തീരുമാനം തല്ലുകൊള്ളുത്തരം. നീ എടുത്ത തീരുമാനം തല്ലുകൊള്ളുന്ന തീരുമാനമാണ്. നീ എടുത്ത ഡീവിയേഷൻ തല്ലുകൊള്ളുന്ന ഡീവിയേഷനാണ്. നീ എടുത്ത തീരുമാനം കഴുതയുടെ തീരുമാനമാണ്. പക്ഷേ നീ തീരുമാനം എടുത്തത് ഒരു വെളിപ്പാടിലാണ്. ഇത് മുഖാന്തരം നീ ചിലതിനെ തടയും. ഇത് മുഖാന്തരം നീ ചിലതിനെ ഒഴിഞ്ഞു പോകും. ഒരു 22-ാം തീയതി നീ എടുത്ത തീരുമാനം കറക്റ്റ് ആണെന്ന് തെളിഞ്ഞു വരും. ഞാൻ ഇന്ന് നിന്റെ നേരെ പ്രൊഫസൈ ചെയ്തു പറയുന്നു, നിനക്കൊരു നന്മ വരുന്ന ആ ഡേറ്റ് 22 ആയിരിക്കും. അന്ന് നീ പറയും, കഴുത വഴിതിരിഞ്ഞത് അനുഗ്രഹമായെന്ന്. കഴുത വഴിതിരിഞ്ഞത് അനുഗ്രഹമായി. ആമേൻ. ഇന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, കഴുത വഴിതിരിഞ്ഞത് അനുഗ്രഹമായി. ഏത് കഴുത? ഏത് കഴുത? ഈ കഴുത. കാരണം ഈ കഴുത വഴിതിരിഞ്ഞതേ കഴുതയുടെ ബുദ്ധിക്കകത്തല്ല. കഴുതയ്ക്ക് അതിനുള്ള ഒരു പ്രാപ്തിയില്ലെന്നേ. പക്ഷെ കഴുത കണ്ടു ഒന്നിനെ. അത് സാധാരണ കഴുതകൾ കാണുന്നതല്ല, അത് അഭിഷേകമുള്ള കഴുത കാണുന്നതാ. ജീസസ്, ഞാൻ കഴുതയാ, പക്ഷേ ഞാൻ ആത്മമണ്ഡലം കാണുന്ന കഴുതയാ. ഞാൻ കഴുതയാ, പക്ഷെ ഞാൻ ആത്മമണ്ഡലം കാണുന്ന കഴുതയാ. ഏലിയാവിൻ്റെ പ്രസൻസ് ചിലതിനെ തടഞ്ഞു. ഹിസ്കിയാവിൻ്റെ പ്രയർ ചിലതിനെ തടഞ്ഞു. കഴുതയുടെ വിഷൻ റലം ചിലതിനെ തടഞ്ഞു. ഞാൻ അടുത്തതിലേക്ക് വരാം. 106-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാം വാക്യം. 106-ാം സങ്കീർത്തനം 30-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റു ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി, ബാധ നിർത്തലായി. 106-ാം സങ്കീർത്തനം 30-ാം വാക്യം. അവിടെ ഫീനഹാസ് എഴുന്നേറ്റ് ബാധ നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഫീനഹാസ് എഴുന്നേറ്റ് ബാധ നിർത്തിയത്? ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കാൻ നമ്മൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരണം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ ബിലയാം വരുന്നതും വഴി തടയുന്നതുമാണ് നമ്മൾ പഠിച്ചത്. ഈ ബിലയാം വന്ന് വഴി തടഞ്ഞ അനന്തരം ആമേൻ വീണ്ടും ദൂതൻ പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലയാമിനെ പറഞ്ഞു വിട്ടു മോവാബിൻ്റെ കുന്നിൻ മുകളിൽ ഇരുന്ന് ആമേൻ 4 ദിക്കുകളിൽ നിന്ന് ഇസ്രായേലിനെ അനുഗ്രഹിച്ചു പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ കാശ് മേടിച്ച് ബാലാക്കിൻ്റെ അടുക്കൽ ബിലയാം പറഞ്ഞു, ആമേൻ പ്രവചനം പറ്റിയിട്ടില്ല, ഇവന് ശാപം പറ്റത്തില്ല, പക്ഷെ ഞാൻ നിനക്കൊരു ബുദ്ധി പറഞ്ഞു തരാം. ആമേൻ. ആ ബുദ്ധി എൻ്റെ അടുക്കൽ ഇവരെ പ്രാഗല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഉടായ്പ് കാണിക്കാൻ ആമേൻ എനിക്ക് പെർമിറ്റ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഉടായ്പ് നിനക്ക് പറഞ്ഞു തരാം. അതെന്താണെന്നറിയാമോ? നിൻ്റെ രാജ്യത്തിലെ, നിൻ്റെ പട്ടണത്തിലെ ആമേൻ സുന്ദരികളായ സ്ത്രീകളെ ആമേൻ നീ നന്നായി വസ്ത്രം ധരിപ്പിക്കാതെ ആമേൻ മറ്റുള്ളവരുടെ കണ്ണിന് ആകർഷണം തോന്നത്തക്കവണ്ണ അശ്ലീലകരമായി നീ വസ്ത്രം ധരിപ്പിക്കണം. അങ്ങനെ വസ്ത്രം ധരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ അരികത്തിൽ കൂടെ കൊലുസിട്ട് കമ്മലിട്ട് നടത്തിക്കണം. അപ്പം കൊലുസിട്ട് നടക്കുമ്പം കിണികിണികിണി എന്ന് കേൾക്കുമ്പോൾ ആമേ യെരൂശലേം ഇസ്രായേലിൻ്റെ ക്യാമ്പിൽ കിടക്കുന്ന ആമേൻ ആമ്പിള്ളാർ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഈ തുണി ഉടുക്കാത്ത ആമേൻ ഈ മോവാബിയ സ്ത്രീകളെ കാണുമ്പോൾ ആമേൻ അവന്മാർക്ക് ഹാലിളക. അവന്മാർ അവിടെ നിന്ന് മതിൽ ചാടും. അവന്മാർ മതിൽ ചാടി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ
ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ പൊളിഞ്ഞു. ഇതിന്റെ മുകളിൽ ആകൃഷ്ടമാകുന്ന ആമേൻ ഇസ്രായേലിലെ ബലഹീന ശക്തി, ആമേൻ, ഈ രണ്ടും കൂടെ മെർജായി കഴിഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇതാണ്: ഇസ്രായേൽ മക്കൾ മോവാബ്യരുമായി പരസംഗം തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. സ്തോത്രം. ഇങ്ങനെ പരസംഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പരസംഗം എന്ന് പറയുന്നത് കേവലം അഡൾട്ടറി അല്ല കേട്ടോ, കേവലം അഡൾട്ടറി അല്ല, കേവലം അധാർമിക ജീവിതമല്ല. ഈ മോവാബ്യ സ്ത്രീകൾ ഈ പുരുഷന്മാരെ കൊണ്ടുപോയി എന്ത് ചെയ്തെന്നറിയാമോ? മോവാബ്യ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഇവരെ കൊണ്ടുപോയി ആരാധിപ്പിക്കാൻ തുടങ്ങി. സ്തോത്ര. എന്ന് പറഞ്ഞാൽ ആമേൻ, ഈ പെന്തക്കോസി വെച്ച് കല്യാണം നടത്തി തരത്തില്ലെങ്കിൽ ബാ, ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളുടെ പരിപാടിക്കകത്ത് നടത്തി തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ശലോമോനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആമേൻ. ഇത് സംഭവിച്ച് അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാർക്ക് ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. വേർപാട് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ പിന്നെ എന്ത് ചെയ്യാൻ പോയെന്നറിയാമോ? അവരൊരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. ആമേൻ. തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുക. ഞങ്ങളുടെ 41 ഞങ്ങളുടെ 16 ഞങ്ങളുടെ 32 പറഞ്ഞ് പരിപാടിക്ക് വിളിച്ച് അവിടെ പോയിരുന്ന് ഭക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ നേരം അവരുടെ ദേവന്മാരെ ഒന്ന് നമസ്കരിച്ചിട്ടും പോരുന്നു. ആമേൻ. അവിടെ എല്ലാവരും നിന്ന് തന്തനം തിന്തോ പാടിയപ്പോൾ ഞങ്ങളും ഇങ്ങനെ കൂടെ നിന്ന് തന്തനം തിന്തോ പാടിയിട്ട് ഞങ്ങൾ ഇങ്ങ് പോരുന്നുണ്ട്. പക്ഷെ തന്തനം തിന്തോ പാടിയിട്ട് പോരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ 3-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നോ. ആമേൻ. ബാൽപെയോരിനോട് ചേർന്നോ. എൻ്റെ സഹോദരങ്ങളെ, ബാൽപെയോർ എന്ന് പറയുന്നത് മോവാബിലെ ദൈവമാണ്. ആമേൻ. പെയോർ എന്ന് പറയുന്ന ദേവൻ, ബാൽപെയോർ എന്ന് ഞാനതിലേക്ക് വിശദീകരിക്കുന്നില്ല. സ്തോത്ര. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേളിൽ വന്നോ. ആമേൻ. വേർപാട് നഷ്ടപ്പെടുത്തി ജഡസുഖം തേടി മനുഷ്യൻ കടന്നുപോയപ്പോൾ, ആമേൻ, അവൻ്റെ വേർപാട് നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ മേൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ ഫേവർ നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഒരു കാര്യം പറയുകയാണ്: നിങ്ങളുടെയൊക്കെ മുകളിൽ ദൈവത്തിൻ്റെ വലിയ ഫേവർ കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ വലിയ കൃപ കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നീ ആ സെപ്പറേഷനെ പൊളിക്കരുത്. ആ ഫേവറിനെ നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ കോപം തലയിൽ വാങ്ങി വെക്കരുത്. നീ അനുഗ്രഹിക്കപ്പെടേണ്ടവനാ, നീ മാനിക്കപ്പെടേണ്ടവനാ, നീ ഉയർത്തപ്പെടേണ്ടവനാ, നീ ശ്രേഷ്ഠനാകേണ്ടവനാ, നീ ഉന്നത നിലയിലെത്തേണ്ടതാ. നിന്റെ കുടുംബത്തിന് നീ ഒരു അഭിമാനമാകേണ്ടതാ, നീ രാജ്യങ്ങളുടെ നടുവിൽ ഒരത്ഭുതമാകേണ്ടതാ. യേശുവേ കൃപ, യേശുവേ യഹോവ മോശയുടെ അടുക്കൽ പറഞ്ഞു. 4-ാം വാക്യം: ജനത്തിന്റെ തലവന്മാരെയൊക്കെ കൂട്ടി യഹോവയുടെ ഉപദ്രവം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുൻപാകെ പരസ്യമായി തൂക്കിക്കൊല്ലുവാൻ കൽപ്പിച്ചു. മോശ ഇസ്രായേലിന്റെ അടുക്കലും പറഞ്ഞു: ഇത്രയൊക്കെ ഇവിടെ പരിപാടി നടക്കുക, പാസ്റ്റർ തീയെ ചൂട്ടെന്നും പറഞ്ഞ് നിൽക്കുക. അന്നേരമാണ് 6-ാം വാക്യത്തിൽ എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രായേലൻ KTM 110 ഒരുത്തിയെ പുറകെ വെച്ചോണ്ട് അടിച്ചു പറപ്പിച്ചങ്ങോട്ട് വന്ന് ഒരു ചവിട്ടങ്ങ് നിർത്തി. ആമേൻ. ഇവിടെ എല്ലാം കരഞ്ഞ് ഉപവാസത്തിലാ. അന്നേരം അവൻ അവിടുന്ന് എക്സോസ്റ്റും കട്ട് ചെയ്തിട്ട് അവനിങ്ങനെ, നമ്മുടെ നാട്ടിൽ പിള്ളേർ പറയല്ലോ കണ്ണാപ്പി അല്ലേ, അന്നേരം ഒരു കണ്ണാപ്പി അടിച്ചു മിന്നി ഇങ്ങോട്ട് വരുന്നത്. കണ്ണാപ്പി വരുന്ന വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 7-ാം വാക്യത്തിൽ എല്ലാവരും ഇങ്ങനെ കരഞ്ഞിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫീനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യ നിന്ന് എഴുന്നേറ്റു, കയ്യിലൊരു കുന്തമെടുത്തു, ആ ഇസ്രായേലിന്റെ പിന്നാലെ
അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെ ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കൂത്തിക്കളഞ്ഞു. യാഗമൃഗത്തെ കുത്തിയ ഫീനഹാസ് ചാടി ഇങ്ങോട്ട് ചെന്ന് കുന്തമെടുത്ത് ഉദരം തുളയും വണ്ണം കുത്തിക്കളഞ്ഞു. ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. 9 വാക്യം ഒന്ന് വായിക്കാമോ? ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര്. തടയാൻ ഒരുത്തം വേണ്ടേ? എന്നും സോപ്പിട്ടാലും മതിയോ? എന്നും ഹൈപ്പ് തന്നാൽ മതിയോ? എന്നും പോളിഷ് ചെയ്ത് വിട്ടാൽ മതിയോ? ബാധ വരുമ്പം തടയാൻ ഒരുത്തം വേണ്ടേ? അവനിങ്ങനെ വൈറ്റ് വാഷ് ബ്രഷും കൊണ്ട് നിന്നാൽ ബാധ തടയാൻ പറ്റുമോ? അവൻ്റെ പോക്കറ്റിൽ വല്ലതും കിട്ടേണ്ടതിന് അച്ചാച്ചാമ്മയെ പറഞ്ഞുകൊണ്ട് നിന്നാലേ ബാധ തടയാൻ പറ്റുമോ? കുന്തമെടുക്കാൻ ഒരുത്തനുണ്ടെങ്കിലേ ബാധ തടയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കലൊക്കെ പറയുക, ശുശ്രൂഷയുടെ അവസരങ്ങളും സാധ്യതകളും വരുമ്പോഴോ നിന്റെ കയ്യിലൊരു കുന്തമുണ്ടായിരിക്കണം. നിന്റെ കയ്യിലൊരു കുന്തമുണ്ടായിരിക്കണം. ഒത്തിരി അച്ചാച്ചന്മാർക്കും അമ്മാമ്മമാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. ആമേൻ. നീ പ്രസംഗിക്കുമ്പോൾ എതിരെ നിന്ന് പ്രാഗിയെന്നിരിക്കും. പക്ഷേ കുന്തം എടുത്തുകൊണ്ട് നിൽക്കുന്നവനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളെന്നറിയാമോ? ബാധയെ നിർത്തലാക്കാൻ കഴിയത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. എല്ലാ ബാധയും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. എല്ലാ ബാധയും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അടി കൊടുക്കണം. ആമേൻ. പിന്നെ ബാധ മാറേണ്ടിയവൻ എന്ത് ചെയ്യുമെന്നറിയാവും? അടി കൊണ്ട് തിരിയും. അവൻ തിരിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ആണ്ട ബാധ ഇവനെ കൊണ്ടേ പോകും. ഇന്ന് പകൽ ഞാൻ പറയുന്നു, എത്ര ഉപവസിച്ചാലും ചിലത് മാറത്തില്ല, എത്ര പ്രാർത്ഥിച്ചാലും ചിലത് മാറത്തില്ല. ഉണക്കമീൻ കെട്ടിയ വടി കൊണ്ട് നീ പൂച്ചയെ ഓടിച്ച അത് പോകത്തില്ല കേട്ടോ. നീ തിരുത്തേണ്ടിടത്ത് തിരുത്തണം. ബാധ നിർത്താൻ ഒരുത്തൻ എഴുന്നേൽക്കുമ്പോൾ വെട്ടാൻ ഒരുത്തൻ എഴുന്നേക്കാൻ. എന്നും സ്പോഞ്ച് കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ലെന്നേ, എന്നും ഇങ്ങനെ മൃദുവായി നിൽക്കാൻ പറ്റത്തില്ലെന്നേ. പാപത്തോട് പോരാടാൻ അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ കയറി വരുമ്പോ വെട്ടേണ്ടതിനെ വെട്ടിക്കളയാൻ ജീസസ് 106-ാം സങ്കീർത്തനത്തിൽ 31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫീനഹാസ് എഴുന്നേറ്റ് കുത്തിത്തുളച്ചപ്പോൾ സഭ 2 പക്ഷം ഉണ്ടായിരുന്നു. എന്നാലും പാസ്റ്റർ ഇത്രയും വലിയ കുത്തുണ്ടായിരുന്നു. അയ്യോ, അവൻ്റെ ഉദരം കുത്തുമെണ്ണ വലിയ കുത്തിയത്. പക്ഷേ 106-ാം സങ്കീർത്തനം 31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 31-ാം വാക്യത്തിൽ അതെന്നേക്കും ദൈവം അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയുന്നു, നീ ചില ഇടങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ, നീ ചില വിഷയങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ, നീ ചില ഇടങ്ങളിൽ നോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ, നീ ചിലയിടങ്ങളിൽ പോടാ നിന്റെ വാട്ടിനെന്ന് പറഞ്ഞാൽ, നിന്റെ സ്റ്റബോൺനെസ് എന്ന് ലോകം പറയും. പക്ഷേ അത് നിന്റെ ബ്രേവ്നെസ് ആണ്. ലോകം നിന്നെ സ്റ്റബേൺ ആക്കിയേക്കും, പക്ഷെ ദൈവം നിന്നെ ജസ്റ്റിഫൈ ചെയ്യും. യെസ്, ഐ ആം പ്രൗഡ് ടു ബി സ്റ്റബേൺ. വാഴപ്പിണ്ടി പോലെ വളയുന്നതല്ല അഭിഷേകം. യെസ്, ലാത്തോനി മെഹത്തേനി. Be stubborn for the holiness of God. Be stubborn for the kingdom of God. Be zealous for the kingdom of God. Jesus. Jesus. ചിലതിനെ തടയണം.
ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, നീ ചിലതിനെ തടയണമെങ്കിൽ, ബാധ നിർത്തലാക്കണമെങ്കിൽ നീ സ്ട്രോങ് ആയി നിൽക്കേണ്ടിയിടത്ത് സ്ട്രോങ് ആയി നിൽക്കണം. യെസ്, കരുണ കാണിക്കേണ്ടിയവനോട് കരുണ കാണിക്കണം. കരുണ കാണിക്കരുതാത്തവരോട് നീ കരുണ കാണിക്കുകയും അരുത്. ജീസസ്. ഞാൻ അവസാന ഭാഗത്തിലേക്ക് കയറി കൺക്ലൂഡ് ചെയ്യുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. പുരോഹിതന്മാരിറങ്ങി തടഞ്ഞു. എന്തിനെ തടഞ്ഞു? എന്തിനെ തടഞ്ഞു? വെള്ളത്തെ തടഞ്ഞു. ഏത് വെള്ളത്തെ തടഞ്ഞു? ഒരു നദിയെ തടഞ്ഞു. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ നദിയെ തടയണം. നദിയെ തടഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? നദിയെ തടഞ്ഞത് എങ്ങനെ? പെട്ടകത്തെ തോളിലേറ്റി. പെട്ടകത്തെ തോളിലേറ്റി അവൻ നദിയെ ഉള്ളങ്കാൽ കൊണ്ട് ചവിട്ടി. ഞാൻ പറയട്ടെ, ഉള്ളങ്കാലി ചവിട്ടണമെങ്കിൽ ഷൂ ഊരണം. ഉള്ളങ്കാലി ചവിട്ടണമെങ്കിലേ ഷൂ ഊരണം. ഷൂ ഇടുമ്പോൾ ഒരിക്കലും ഉള്ളങ്കാലി ചവിട്ടത്തില്ല. ആമേൻ. ഉള്ളങ്കാലി ചവിട്ടണം, ചേറിൽ ചവിട്ടാൻ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാലുകൾ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാന്റെ മേലൊഴുക്ക് ചിറ പോലെ നിന്നു. ഇവർ ചിലതിനെ തടഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ മുൻപാകെ ഒരു വലിയ വഴി തുറന്നു. ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കുക. നീ ചിലതിനെ തടഞ്ഞാൽ നിന്റെ തലമുറയ്ക്ക്, ബാക്കി പറഞ്ഞേ, പറഞ്ഞേ, നീ ചിലതിനെ തടഞ്ഞാൽ നിന്റെ തലമുറയ്ക്ക്, നിന്റെ കുടുംബത്തിന് വഴി തുറക്കും. നീ തടഞ്ഞാൽ മരുന്നിന് വഴി തുറക്കും.